ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എവിടെ വെച്ചാൽ എവിടെ ഊട്ടിയല്ല, ഊട്ടിക്ക് പോണ വഴി. അപ്പം ഇപ്പം ഗൂഡല്ലൂർ ഇങ്ങനെ താണ്ടി ഇങ്ങനെ പോവാണ്. ഊട്ടിക്ക് എത്തിയിട്ടില്ല, കുറച്ച് കിലോമീറ്ററും കൂടി ഉണ്ട്, ഒരു 50 കിലോമീറ്ററും കൂടി ഉണ്ട് ഊട്ടിക്ക്. അപ്പോൾ നോക്കി ബാക്കിൽ എന്നാ ഒരു ഫീൽ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയൊരു വേറൊരു ഫീലാട്ടോ, ഫീൽ ഗുഡ് ഉണ്ട്. ഫുൾ കോട. അപ്പോൾ 7 മണിക്കാണ് നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചത്. അതായത് നാട്ടിൽ നിന്ന് വഴിക്കടവ്, നാടുകാണി, ചുരം വഴിയാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം കുറേ ലെങ്ത് വീഡിയോസ് ആയി കാരണം. പക്ഷേ അതുകൊണ്ട് ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടല്ലേ, ഫുൾ കോട, നല്ല വൈബ്, ഫീൽ ഗുഡ്. അത് കണ്ട് ഇതാണ് പടച്ചോൻ്റെ ഒരു അനുഗ്രഹം. നോക്കി എമ്മ സെറ്റപ്പ്, കുറെ കാര്യങ്ങൾ കാണാണ്ട് നമ്മള് അല്ലേ. അപ്പൊ ഊട്ടി എന്ന് പറയുമ്പോ ഊട്ടി പറഞ്ഞ എന്താ, ഉദകമണ്ഡലം. ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന ക്വീൻസ് ഓഫ് ഹിൽ, ഹില്ലുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഊട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ പോണ വഴിക്കുള്ള നല്ല നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പകർത്താം. ഞാൻ കാണുന്ന എന്തൊക്കെ ഉണ്ടോ അത് നമുക്ക് നല്ല ഇമ്പമാർന്ന കുറെ കാഴ്ചകൾ ഈ ഒരു ചെറിയൊരു വീഡിയോസിലൂടെ കാണാം. കുറെ കാര്യങ്ങൾ കാണാണ്ട്, നമ്മള് കണ്ണിന് ആനന്ദമേകുന്ന കുറെ കാര്യങ്ങൾ കാണാണ്ട്. ഞാനിപ്പോൾ ഒരു ഊട്ടിക്ക് പോകുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, ഊട്ടി മാത്രമല്ല, പക്ഷെ എന്തൊരു ഇവിടെ വരുമ്പോൾ ആ കിളികളുടെ ആ ഒച്ചയിൽ രാവിലത്തെ സൗണ്ട് കാര്യങ്ങൾ അതൊക്കെ നോക്കി എന്താ രസം എന്ന് പറയും. ഞാൻ ഏതായാലും കാണുന്നുണ്ട്, ആ കാണുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ വീഡിയോസ് ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ വിട്ടാണ്ട് നമുക്ക് ഒരു ചെറിയ വ്ളോഗ് അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. പോണ വഴി കേട്ടോ, അതായത് ഗൂഡല്ലൂരിൽ നിന്ന് ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ താണ്ടിയിട്ടില്ല. അപ്പോൾ ഉള്ള ഈ കാഴ്ചയാണ്. അവിടെ കുറേ ആൾക്കാർ റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കലൊരു ഇതല്ല, ആനശല്യം ഉണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഉണ്ട്. എന്നാ ഫീലാ. വണ്ടികളൊക്കെ നോക്കി ഹെഡ്ലൈറ്റ് ഇട്ട് കത്തിച്ചാൽ പോരുന്നേ, കാരണം അത്ര കോടാ. അപ്പം നമുക്ക് വിട്ടാൽ ചെയ്തേ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇങ്ങനെ പോവാം. ഞങ്ങൾ സ്കൂട്ടിയുമായിട്ട് വന്നിട്ടുള്ളത്, ഞങ്ങൾ 2 പേരും ഒറ്റ മൈനിൽ ഇറങ്ങിയതാ സ്കൂട്ടിമേ. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് യൂക്കാലി മരങ്ങളുടെ നടുവിലൂടെയാണ്. ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടണം, ഞാൻ നല്ല സൗണ്ടിലാ പറയണത്. ഇത് നോക്കിയും എന്താ ഒരു വൈബ് ഫീല്. നിങ്ങൾ കരുതുണ്ടാവും ഞാൻ ആദ്യമായിട്ട് ഊട്ടിക്ക് ആദ്യമായിട്ട് പോണ മാതിരിയാണിത്. അല്ല, തീർച്ചയായും അല്ല. ബട്ട് ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. ഒരു വട്ടെങ്കിലും വരണം കേട്ടോ, വരാത്തവരുണ്ടെങ്കിൽ. ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്, കാരണം ഈ യൂക്കാലി മരങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ആ സ്മെല്ലും ഈ ഒരു സീനറിയും അള്ളാന്റെ ദുനിയാവത്തെ ഈ സീനറികളൊക്കെ ഒന്ന് കാണണം കേട്ടോ. കൊറേ കാണാണ്ട് നമ്മള്. മാഷാ അല്ലാ, അത് നോക്കി എന്നാ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊറേ എനിക്ക് പറയാൻ വയ്യ, കാരണം കൊറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. പറഞ്ഞേ ഇവനെ കൊണ്ട് ശല്യ കേട്ടോ, അപ്പൊ ഒന്നും പറയാൻ അയക്കുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കണ്ടു യാത്രയിലുടനീളം മഞ്ഞ് മാത്രം. നല്ല നല്ല അടിപൊളി സീനറി ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ഒരു ചെറിയ തേയിലത്തോട്ടം കിട്ടും. പഞ്ചല്ല അവിടെ നോക്കൂ സുഹൃത്തുക്കളെ, എവിടെ നോക്കിയാലും കോട, തേയിലത്തോട്ടം. ഇതിപ്പോ കുറച്ചു മുന്നേ നല്ല കോട ഉണ്ടായിരുന്നു, ഇപ്പൊ കോട പോയിട്ടോ. ഇതൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നടുമുറ്റം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പോൾ ആകാശം നോക്കി എന്നാ രസമാണ്. യാത്ര നീല കളറ് ആകാശം സെറ്റപ്പ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോവാട്ടോ ഗൈസ്. ഗൂഡല്ലൂർ വഴി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. അതുപോലെ തന്നെ ഈ കുന്നുകളുടെ മുകളിൽ തട്ടുതട്ടായിട്ടുള്ള ഓരോ വീടുകളും അതുപോലെ തന്നെ തട്ടുതട്ടായിട്ടുള്ള കൃഷികളും ആസ്വദിച്ചുള്ള ഈ ഒരു പോക്ക് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അതും വേറൊരു ചിന്തയില്ലാതെ ഫ്രീ മൈൻഡഡ് ആയിട്ട്
ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. പരിസ്ഥിതിയുടെ തനതായ സൗന്ദര്യം ആസ്വദിച്ച്, ഗ്രാമീണ ഭംഗി ആസ്വദിച്ച്, അവിടുത്തെ ആളുകളുടെ കൾച്ചർ ആസ്വദിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ കൃഷിയിടങ്ങളും മറ്റും ഒക്കെ ആസ്വദിച്ച് പോകുന്ന ഈ ഒരു ഫീല്, ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഗ്രാമീണ സൗന്ദര്യം എത്രത്തോളം ഉണ്ടാവുമെന്ന്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കാരണം അത് കണ്ട് തന്നെ ആസ്വദിക്കണം. ഈ ഒരു ഗൂഡല്ലൂർ വഴി ഊട്ടി ഞങ്ങൾ പ്ലാൻ ഇട്ടതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടത്. ബട്ട് എന്തോ വഴി തെറ്റി ഈ ഭാഗത്തു കൂടെ വന്നതാണ്. ബട്ട് ഈ ഒരു ഭാഗത്തിലൂടെ വരുമ്പോൾ നമുക്ക് പലതരം ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ആക്സസ് ഉണ്ട്. അതായത് ഷൂട്ടിംഗ് സ്പോട്ട്, അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ്, പിന്നെ അവിടെ വെള്ളച്ചാട്ടം എന്നുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല, ഡാമായിട്ടൊക്കെ കാണാനുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഷൂട്ടിംഗ് സ്പോട്ട് ഒന്ന് ജസ്റ്റ് കാണാം. ഊട്ടിക്ക് പോണ വഴിക്ക് ഒരു നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. വ്യൂ പോയിന്റ് പറഞ്ഞാൽ ഷൂട്ടിംഗ് സ്പോട്ടാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി നോക്കി പോകാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് കയറി നോക്കാം. ഒരു മുട്ടക്കുന്നാട്ടോ, അല്ല വേറെ ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആ സ്പോട്ട് ഇതാണ് എൻട്രി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കാം. എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നണേ, നമുക്ക് മിന്നിച്ചാണ്ട് പോകാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണം, അല്ലാതെ എന്താ അല്ലേ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടോ. ടിക്കറ്റ് എടുക്കാതെ മിന്നിക്കാല പരിപാടിയായി ഇനി, പക്ഷെ പിടിക്കപ്പെട്ടതിന് മുമ്പ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇല്ല ഷൈദേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു മുട്ടക്കുന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താ, അവിടെ മേലെ എത്തിരുന്ന് നോക്കി കാണാം നമുക്ക് വ്യൂ എന്താണെന്നൊക്കെ. ഓക്കെ കേട്ടോ, കുറേ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കുറേ കോളേജ് ടൂറൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ആകെ മൊത്തം വ്യൂ. കിതക്കണമൊന്നുമില്ല ഞങ്ങളല്ലേ, കിതക്കണില്ല. കൊള്ളാം, നല്ല വ്യൂ. ഇതാട്ടോ ഏറ്റവും മുകളിലുള്ള ദൃശ്യങ്ങൾ. ഫുള്ള് മുട്ടക്കുന്ന്. കുറേ കോളേജ് ട്രിപ്പ് കുട്ടികളെ പറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി ഗ്രീനറി സീ വ്യൂ. ഫാമിലിയൊക്കെ ഇട്ട് വന്നിരിക്കാൻ പറ്റിയ സ്പോട്ട്. മെയിനായിട്ടുള്ള പ്രത്യേകത പറഞ്ഞാൽ ഈ നീല ആകാശം, പച്ച ഭൂമി. അതായത് ഒരു പിടുത്തം അഭിനയിക്കാട്ടോ. ഇത്രയും നേരം കാലിൽ വയ്യാറുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ റബ്ബറിനോട് വേണം നമ്മൾ പറയണത്. അപ്പം അങ്ങോട്ട് പോകണില്ല, സെറ്റാണ്. അപ്പം നമ്മളേ ഇറങ്ങി നമുക്ക് ഊട്ടി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഊട്ടിക്കുള്ള പോക്ക് കണ്ടതാട്ടോ. പച്ചവെള്ളം പച്ചവെള്ളം നമ്മൾ പറയുന്നുള്ളല്ലോ. പച്ചവെള്ളം കണ്ടോളേ. അതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു കൃഷി ഉണ്ട്. എന്ത് കൃഷി അറിയില്ല കേട്ടോ. സംഭവം കണ്ടോക്ക്. അവിടെ നല്ല ഗ്രാമങ്ങൾ കണ്ടോ, തട്ടുതട്ടായിട്ടുള്ള ഗ്രാമങ്ങൾ. കുറച്ച് അപ്പുറത്താണത്. ഊട്ടിക്ക് പോകുന്ന വഴിയാട്ടത്. പച്ചവെള്ള പുഴ. റോഡ് സൈഡിൽ ഞങ്ങളിങ്ങനെ വിശ്രമിക്കാം കേട്ടോ. പച്ച വെള്ളം കണ്ടാണ്ട്. എന്തുകൊണ്ടാണ് പച്ച വെള്ളം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ വന്നത്? എൻ്റെ ഒരു അഭിപ്രായം, വെള്ളം കളർ ഇളക്കിയതാണ്, ചാടാതൊക്കെയാണ് ഗവൺമെൻറ്. കൊള്ളാട്ടോ, വെറൈറ്റി എക്സ്പീരിയൻസ്. പച്ച വെള്ളം. ഞാൻ ഷാഹിദിൻ്റെ കുടുംബക്കാരെ കണ്ടു. കൊള്ളാട്ടോ. അപ്പം നിലമ്പൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ഉദകമണ്ഡലം, അതായത് ക്വീൻസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന കുന്നുകളുടെ രാജകുമാരിയായിട്ടുള്ള ഊട്ടിയിലേക്ക് കാല് കുത്തിയിരിക്കുന്നു. വണ്ടി കുത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഓരോ പാർട്ടായിട്ട് നമ്മൾ ഓരോരോ ഊട്ടി യാത്രാ വിശേഷങ്ങളായിക്കാരം പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.